സമകാലികം. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിൽ, പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ യാത്രാനുഭവങ്ങൾ നമ്മളെ വളരെയധികം നിരാശരാക്കാറുണ്ട്. അത്തരത്തിൽ ഈ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവമായിരുന്നു തൃശൂർ വടക്കാഞ്ചേരിയിൽ ബസ്സിൽ കയറാൻ അനുവാദം ചോദിച്ച് കൈകൂപ്പി അപേക്ഷിച്ച വിദ്യാർത്ഥിയുടെ ദൃശ്യം. 4 വിദ്യാർത്ഥികളെ മാത്രം ബസ്സിൽ കയറ്റി യാത്ര ആരംഭിക്കുകയും മറ്റു വിദ്യാർത്ഥികൾ എത്ര ആവശ്യപ്പെട്ടിട്ടും കയറ്റാൻ വിസമ്മതിക്കുകയുമായിരുന്നു കണ്ടക്ടർ. ചില ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നതും കൺസെഷൻ നിരക്കിന്റെ പേരിൽ സീറ്റിലിരുത്താത്തതും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളുടെ യാത്രാനുകൂല്യം നിഷേധിക്കുന്നതും നിരന്തരം നമ്മൾ കേൾക്കാറുണ്ട്. ഈ സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ സമകാലികത്തിൽ. സ്വകാര്യ ബസ്സുകളിൽ തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. പൊതുവെ എല്ലാ വിദ്യാർത്ഥികളും നേരിടുന്നൊരു പ്രശ്നമാണ്, ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എസ് ടി തരാറില്ല. ഞങ്ങൾ എസ് ടി എത്ര ചോദിച്ചാലും അവർ തരൂല. ഞങ്ങളുടെ ഒരു ഫുൾ ടിക്കറ്റ് എങ്ങനെയെങ്കിലും മേടിക്കും. ഞങ്ങളുടെ ആ സമയത്തൊക്കെ കാശൊന്നും ഉണ്ടായില്ലെങ്കിലും ഞങ്ങളുടെ എല്ലാ ഉണ്ടായ ചില്ലറയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് അവർക്ക് കൊടുക്കാറുള്ളത്. ഞങ്ങളുടെ കാശില്ലെങ്കിലും കൂട്ടുകാർത്തിയുടെ ആരെങ്കിലും ഞങ്ങൾ മേടിച്ചിട്ടാണ് ആ കാശ് കൊടുക്കുന്നത്. എസ് ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരുടെയും ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു ടിക്കറ്റാണ്. പക്ഷെ ഞങ്ങൾക്ക് അത് തരാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. പലപ്പോഴല്ല മിക്കപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ സ്റ്റോപ്പിലോ ബസ് സ്റ്റോപ്പിലോ അല്ലാണ്ട് സ്കൂളിന്റെ സ്റ്റോപ്പിലോ നിൽക്കുമ്പോൾ ബസ്സുകാർ നീക്കി നിർത്തും. അതായത് നമ്മൾ നിൽക്കുന്നതിന്റെ ബാക്കിലോ ഫ്രണ്ടിലോട്ട് നീക്കി നിർത്തത്തുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളെ കാണുമ്പോഴായിരിക്കും ഇവർ നീക്കി നിർത്തുക. അതുപോലെ നമ്മൾ ഓടിച്ചെന്ന് ബസ്സിൽ കയറാൻ ശ്രമിച്ചാലും ഇവർ പെട്ടെന്ന് തന്നെ ബസ് എടുക്കുകയും കുറെ കുട്ടികൾക്ക് ഇതുവരെ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ സ്കൂളിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി ബസ്സിൽ കയറുമ്പോൾ ബസ് എടുത്തു കളയാണ് ചെയ്യാറുള്ളത്. അതുമാതിരി തന്നെ ആ ചേട്ടൻ മറിഞ്ഞു വീഴുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞങ്ങൾ അധ്യാപകർ അതിനു വേണ്ടിയുള്ള നടപടികൾ എടുത്തു. പൊതുവെ ബസ്സിൽ കയറിയാലും ഞങ്ങളോട് കണ്ടക്ടർമാർ പെരുമാറുന്ന രീതി ഭയങ്കര വ്യത്യാസമാണ്. അവർ ഞങ്ങളോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെയാണ് ഞങ്ങളോട് പെരുമാറാറുള്ളത്. ബസ്സിൽ സീറ്റ് ഇല്ലെങ്കിലും ഞങ്ങളോട് അവരാവശ്യപ്പെട്ട് ഞങ്ങളുടെ ഷട്ടിലൊക്കെ പിടിച്ച് വലിച്ചിട്ട് ഞങ്ങളോട് പോയി ഇരിക്കാൻ പറയാറുണ്ട്. ഞങ്ങളുടെ ബാഗിൽ പിടിച്ച് വലിക്കുകയും ഞങ്ങൾ ആ ഷട്ടിൽ പിടിച്ച് വലിച്ച് അവിടെ പോയി ഇരിക്കുന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഫീൽ ആവാം. എല്ലാ ബസ്സുകാരെ കുറിച്ചൊന്നുമല്ല ഞങ്ങൾ പറയണത്. ചില ബസ്സുകാർ മോശമായിട്ട് പെരുമാറാറുണ്ട്. ചില ബസ്സുകാർ ഞങ്ങളുടെ മക്കളെ പോലെ തന്നെ ഞങ്ങളോട് ഭയങ്കരമായിട്ട് ഒന്നും പറയാത്ത രീതിയിൽ ഞങ്ങളോട് മക്കളെ പോലെ തന്നെയാണ് നോക്കാറുള്ളത്. പക്ഷെ ഇപ്പോഴും ചില ബസ്സുകാർ മോശമായിട്ട് പെരുമാറണമെന്നാണ് സത്യം. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ സ്കൂളിലെ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് പോണ ടൈമിൽ ബസ്സിൽ കയറുകയും എസ് ടി തരൂല എന്ന് പറഞ്ഞു ആ കണ്ടക്ടർ. പിന്നെ ഞങ്ങൾ ഇറക്കി വിടുകയും ചെയ്തു. എസ് ടി തരൂല, പറ്റൂല, ഒട്ടും പറ്റൂല അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞ് റൂഡായിട്ട് പെരുമാറി. ഇറക്കി വിട്ടിട്ട് അവിടെ നിന്ന് തന്നെ ആ റൂട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ കുറേ പറഞ്ഞ് എന്നിട്ട് ഭയങ്കര ഒരു ബാഡായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ആ ഒരു ഇത്. ചില ബസ്സിൽ അങ്ങനെയാണ് പൊതുവേ. എനിക്കും എൻ്റെ ഫ്രണ്ടിനും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ടൈമിലോ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ടൈമിലോ കൺസെഷൻ വന്നത് 3 രൂപയോ 2 രൂപ ആയിരിക്കും. നമ്മുടെ ചില്ലറ ഇല്ലാത്ത കാരണത്താൽ നമ്മൾ 5 രൂപ കൊടുക്കുമ്പോൾ അവർ ബാക്കി പൈസ തരാതെയും നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് നേരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ യൂണിഫോമിനെ പറ്റി പല കാര്യങ്ങളും കണ്ടക്ടർമാർ മറ്റൊരാളോട് പറയുന്നതായും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ പല കുട്ടികൾക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞവരായിരിക്കാം. ഞാനും എൻ്റെ കൂട്ടുകാരത്തെയും കൂടെ SPC ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ബുധനാഴ്ച ബസ് കയറാൻ വേണ്ടി നിൽക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഏതോ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ കുറേ നേരമായിട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ യൂണിഫോം, ഞങ്ങളുടെ മോറൊക്കെ കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ST കൊടുത്തപ്പോൾ പെക്കം അവരൊരു നോട്ടം നോക്കി. അപ്പം ഞങ്ങൾക്കത് ഒരു ആദ്യ നോട്ടായിപ്പോയി. ഞങ്ങളെ മാത്രം ഇങ്ങനെ ഒരു ആദ്യ നോട്ടം നോക്കി. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് നീങ്ങിന്നപ്പോൾ കണ്ടക്ടർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ കാക്കി യൂണിഫോമിൽ വന്നിട്ട് വലിച്ച് അവിടെ അങ്ങോട്ട് നീങ്ങിയിരിക്കുക, ഇവിടെ നിന്ന് വരുന്ന നിൽക്കല്ലേ, ഇത്ര ഞങ്ങൾക്ക് നടക്കാനുള്ള സ്ഥലമാണ്, അങ്ങോട്ട് പോയി ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നോക്കിയിട്ട് അവിടെ സ്ഥലങ്ങളൊന്നും കണ്ടില്ല. അവിടെ ഞങ്ങൾ ഇരുന്നില്ല. പക്ഷേ ആ ഒരു ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ഭയങ്കരമായിട്ടൊരു ഫീലായി. കാരണം ഞങ്ങൾ കാക്കി യൂണിഫോം ഞങ്ങളുടെ അഭിമാനത്തോടെയാണ് ഇട്ടുകൊണ്ട് പോകണത്. പക്ഷെ അവരത് ഞങ്ങൾക്കൊരു അറ്റൻഷൻ തരാത്ത പോലെ ഞങ്ങളുടെ യൂണിഫോമിൽ പിടിച്ച് വലിച്ചിട്ട് അവിടെ അങ്ങോട്ട് നീങ്ങിയിരിക്കുന്ന പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമാണ്. ST കൊടുക്കുമ്പോഴും അവർക്ക് എന്തോ ഒരു വിഷമം പോലെയാണ്. ഞങ്ങൾക്ക് പൊതുവേ SPC ആക്ടിവിറ്റി ഉണ്ടാവാറുള്ളത് ബുധനാഴ്ച ശനിയാഴ്ചയാണ്. അങ്ങനെയുള്ള ഒരു ശനിയാഴ്ച ഞങ്ങൾ SPC ആക്ടിവിറ്റിക്ക് വേണ്ടി പോകുന്ന സമയം
ബസ്സിൽ ഞങ്ങൾക്ക് എസ് ടി തരത്തില്ല എന്ന് പറഞ്ഞു. ആ സമയം ഞങ്ങൾ തന്നെ വിചാരിച്ചു പോയി ഇതെന്താണ് എസ് ടി തരത്തില്ലല്ലോ എന്ന്. 5 കാഡറ്റ്സ് ആയിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത്. 5 കാഡറ്റ്സിൻ്റെ കയ്യിൽ നിന്നും 10 രൂപ വീതം വാങ്ങിച്ചു. അന്നേ ദിവസം തന്നെ ഞങ്ങൾക്ക് ചാർജുള്ള പോലീസുകാരെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അവരതിനെതിരെ രൂക്ഷമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കുറേ കുട്ടികൾക്ക് നേരിട്ടിട്ടുണ്ട്. ബസ്സുകാർക്കറിയാം കുട്ടികൾക്ക് എസ് ടി കൊടുക്കണം എന്നുള്ളത്. എസ് ടി എന്നത് കുട്ടികളുടെ അവകാശമാണ്. എങ്കിലും എസ് ടി തരാൻ അവർക്കൊരു മടിയാണ്. അപ്പം ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ദാർലുലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മിസ്റ്റർ സാജിദ ബിവി എല്ലാം. വിദ്യാർത്ഥികൾക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള യാത്രാ ഇളവുകളും നിയമാനുസൃതമായ യാത്രാ സൗകര്യങ്ങളും നിഷേധിക്കരുത്. ബസ്സിൽ കയറാൻ അനുവദിക്കാതിരിക്കുകയോ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്നത് അവരുടെ വിദ്യാഭ്യാസത്തെ തന്നെ ബാധിക്കും. സ്കൂളിലേക്കും തിരിച്ചും സുരക്ഷിതമായും സമയബന്ധിതമായും യാത്ര ചെയ്യാൻ കഴിയുന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും അവകാശമാണ്. അതിനാൽ എല്ലാ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളോട് മാന്യമായും സൗഹൃദപരമായും പെരുമാറുകയും നിയമപ്രകാരമുള്ള യാത്രാ ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ പൊതുവെ സ്വന്തം വരുമാനമുള്ളവരല്ല. ഒന്നിൽ കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്ന വീടുകളും ഉണ്ടാകും. എല്ലാവർക്കും ഫുൾ ചാർജ് കൊടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുമല്ല. പലതവണയായി വിദ്യാർത്ഥികൾ എസ് ടി ലഭിക്കാത്തതിന് പേരിൽ പരാതി തരികയും പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് കുറച്ചു നാളിലേക്ക് കുട്ടികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും. വീണ്ടും പഴയ പോലെ തുടരും. നമസ്കാരം, എന്റെ പേര് ശ്രീകാന്ത് ജി. ഞാൻ എറണാകുളം സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിലെ PTA പ്രസിഡന്റ് ആണ്. നമ്മുടെ ഈ നഗരത്തില് ചില സ്വകാര്യ ബസ്സുകളില് വിദ്യാർത്ഥികൾക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള കൺസെഷൻ പലപ്പോഴും നൽകുന്നില്ല. സ്കൂളുകൾ തുറന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. പല സ്കൂളുകളിലും കുട്ടികൾക്കുള്ള ഐഡന്റിറ്റി കാർഡുകൾ നൽകി കഴിഞ്ഞിട്ടില്ല. അതേപോലെ യൂണിഫോമിന്റെ കാര്യങ്ങൾ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ യൂണിഫോം ഇല്ല, അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ കൺസെഷൻ നിഷേധിക്കപ്പെടുമ്പോൾ മറ്റ് യാത്രക്കാരുടെ മുമ്പിൽ കുട്ടികൾ അപമാനിതരാകുകയും അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. അത് കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദവും ഭയവും ഇതൊക്കെ കാരണമാവുകയും അത് അവരുടെ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ അന്തസ്സും അവകാശവും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൺസെഷൻ നിഷേധിക്കുന്നവർക്കെതിരെ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ബസ്സുകളിൽ തന്നെ കുട്ടികളോട് മാന്യമായി അവരോട് പെരുമാറുകയും അവർക്ക് വിദ്യാർത്ഥി സൗഹൃദ യാത്ര നടത്തുന്നതിന് വേണ്ട മേൽനടപടികൾ ബന്ധപ്പെട്ട മേലധികാരികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എൻ്റെ പേര് വിനോദ് കുമാർ. എറണാകുളം RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. നമുക്ക് വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പരാതികൾ വിദ്യാർത്ഥികൾ തന്നെ RTO ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിക്കാറുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിദ്യാർത്ഥികളാണെങ്കിലും അതിലെ സ്കൂൾ കോളേജ് അധ്യാപകരും ആണെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വിദ്യാർത്ഥികളുടെ കൺസെഷൻ 40 കിലോമീറ്റർ ആണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ കൂടാൻ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്. പിന്നെ അവധി ദിവസങ്ങളിലും കൺസെഷൻ കൊടുക്കണം എന്നാണ് ഓർഡറിൽ കാണുന്നത്. പക്ഷെ പല കണ്ടക്ടർമാരും അവധി ദിവസങ്ങളിൽ കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കാറില്ല എന്നുള്ള പരാതികൾ വരുന്നുണ്ട്. അത് ശരിക്കും പാടില്ല. പിന്നെ ഈ 2.5 കിലോമീറ്ററിനാണ് ആദ്യത്തെ ഒരു രൂപ എന്ന് പറയുന്ന നിരക്ക് വരുന്നത്. 2.5 കിലോമീറ്റർ. പിന്നെ 40 കിലോമീറ്റർ വരെ ഇപ്പൊ മാക്സിമം കുട്ടികൾക്ക് കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് 6 രൂപയേ ഉള്ളൂ. ഇതിനകത്ത് സ്റ്റുഡൻസിന് 2 രീതിയിലാണ് സ്റ്റുഡൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ, ഒന്ന് ഗവൺമെന്റ് സ്കൂള് കോളേജുകളൊക്കെ വരുന്ന ഡയറക്റ്റ് ഗവൺമെന്റ് അണ്ടറിലുള്ള സ്കൂൾ കോളേജുകൾ, അവർക്ക് അവർ കോളേജിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ID കാർഡുകൾ ഉണ്ടാവും. അത് അവിടുത്തെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും സൈൻ ചെയ്ത് വെച്ചിരിക്കുക. യൂണിഫോമിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ചെയ്ത ഒരു ID കാർഡ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ കണ്ടക്ടർമാർ അനുവദിക്കാറുണ്ട്. ഞങ്ങൾ അങ്ങനെ അനുവദിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ ഏതെങ്കിലും ബോർഡ്, ഗവൺമെന്റിന്റെ തന്നെ ഏതെങ്കിലും ഒരു ഏജൻസി നടത്തുന്നതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയുള്ള പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡ് ഉണ്ട്. അത് RTO ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡാണ്. അവർക്ക് അത് ഇഷ്യൂ ചെയ്യാനായിട്ട് ഇപ്പോൾ നിലവിൽ അശാംബു ബേണിംഗ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വഴിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു MVD ലീഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്പിൽ സ്റ്റുഡൻസിന് കൺസെഷൻ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള
ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഏതാണ്ട് പല സ്കൂളുകളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിലൊക്കെ മിക്കവാറും MVD ലീഡ്സ് വഴിയുള്ളതായിരിക്കും. അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ അതാത് RTO ഓഫീസുകളിൽ നിന്ന് എല്ലാ സ്കൂൾ കോളേജുകൾക്കും മേടിക്കാവുന്നതാണ്. മറ്റേ പഴയ സിസ്റ്റം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ സിസ്റ്റം ഓരോരുത്തരായിട്ട് ചെയ്തു വരുമ്പോൾ പുതിയ സിസ്റ്റത്തിലേക്ക് മാറുകയും ചെയ്യും. ഈ കൺസെഷന്റെ സമയം രാവിലെ 7 മുതൽ വൈകുന്നേരം 7 മണി വരെ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് സമയത്തിനല്ലാതെയുള്ള കുട്ടികളുടെ യാത്ര കഴിയുന്നത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അതൊരു സമയം പ്രത്യേകം ഡയറക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ, കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ബസ്സുകളെ കുറിച്ച് പരാതി പറയാനായിട്ടാണെങ്കിൽ പല മാർഗങ്ങളുണ്ട്. ഒന്ന്, നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ പരാതിപ്പെടാം. അതല്ലെങ്കിൽ നിയറസ്റ്റ് RTO അല്ലെങ്കിൽ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസായിട്ടുള്ള ഓഫീസുകളിൽ പരാതിപ്പെടാം. ഇനിയിപ്പോൾ പോയി പരാതിപ്പെടേണ്ട കാര്യമേ ഇല്ല. ഇവയെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഫോണിൽ ബന്ധപ്പെട്ട് പരാതിപ്പെടാം, അല്ലെങ്കിൽ ഇമെയിൽ മുഖാന്തരം പരാതിപ്പെടാം. അപ്പോൾ ഇമെയിൽ ID ഓഫീസുകളുടെ, സബ് RTO ഓഫീസുകളുടെ ഒക്കെ ഇമെയിൽ ID കിട്ടാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ ആ RTOയുടെ കോഡൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇപ്പൊ എറണാകുളത്തേക്കാണെങ്കിൽ KL07, എല്ലാം സ്മോൾ ലെറ്റർ ആണ്. KL07 ആണ് എറണാകുളം കോഡ് വരുന്നത്. KL07.MVD@kerala.gov.in ഇതാണ് ഇമെയിൽ ID എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജനറൽ ആണ്. .MVD@kerala.gov.in കോമൺ ആണ്. അതിപ്പോ തിരുവനന്തപുരത്തുള്ള ഒരു വണ്ടിയാണ്, ഒരു കേസാണെങ്കിൽ KL01 ആവും. അതുപോലെ മട്ടാഞ്ചേരി KL43, പറവൂര് KL42 എന്ന് പറയുന്ന പോലെ ആ മാറ്റമേ അതിനകത്തുള്ളൂ. ഇനി അത് RTO എൻഫോഴ്സ്മെന്റിലേക്കാണ് പരാതിപ്പെടേണ്ടത് എങ്കിൽ അതിനകത്ത് ഇമെയിലിൽ RTOE07.MVD, ബാക്കിയെല്ലാം കോമൺ ആണ്. RTO എൻഫോഴ്സ്മെന്റിന്റെ ആണ് RTOE എന്ന് പറയുന്നത്. 07 അവിടുത്തെ കോഡാണ്. പിന്നെ .MVD അത് കോമൺ ആണ്, എല്ലാ മെയിലിലും കോമൺ ആണ്. ഇനി ഫോൺ മുഖാന്തരമാണ് പരാതിപ്പെടാൻ താല്പര്യമെങ്കിൽ ഫോണിൽ പരാതിപ്പെടാവുന്നതാണ്. CUG നമ്പറുകളുടെ തുടക്കം അവസാനത്തെ 2 ഡിജിറ്റ് മാത്രമേ മാറ്റുള്ളൂ എല്ലാ ഓഫീസുകളും തമ്മിൽ. അതിന്റെ നമ്പർ എങ്ങനെയാണ് തുടങ്ങുന്നത്? 85476390. ഇത്രയും കോമൺ ആണ്. 85476390. പിന്നെ വരുന്ന 2 ഡിജിറ്റ് നമ്മുടെ RTO കോഡ് അനുസരിച്ചിരിക്കും. ഇപ്പൊ തിരുവനന്തപുരമാണ് 01, 02, അങ്ങനെ എറണാകുളം 07, പെരുമ്പാവൂരാണെങ്കിൽ 40, ആലുവ 41 എന്ന് പറയുന്ന പോലെ ഉള്ള മാറ്റം ആ ഫോൺ നമ്പറിൽ വരുന്നുള്ളൂ. ഈ ഫോൺ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് RTO അല്ലെങ്കിൽ ജോയിന്റ് RTOയുടെ ഡയറക്റ്റ് ഉള്ള ഫോൺ CUG നമ്പറുകളാണ്. ഇതിനകത്ത് വിളിച്ചും പരാതിപ്പെടാം, അല്ലെങ്കിൽ വാട്സാപ്പ് മുഖേനയും പരാതിപ്പെടാവുന്നതാണ്. ഇതിനെല്ലാം വാട്സാപ്പും പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്സാപ്പ് മുഖേനയും പരാതിപ്പെടാവുന്നതാണ്. ഇങ്ങനൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയുടെ ജെനുവിൻനെസ് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികളാണെങ്കിൽ അതിനെന്തെങ്കിലും ചിലപ്പോൾ എവിഡൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ കുട്ടികൾ കണ്ടക്ടർ മോശമായി പെരുമാറി എന്ന് പറയുമ്പോൾ ചിലർ വീഡിയോ വഴിയെടുക്കാം, ചിലർ അല്ലെങ്കിൽ മറ്റുള്ള യാത്രക്കാർ വഴി ആരെങ്കിലും പറഞ്ഞും മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള പരാതികളായിട്ടും വരാം. അല്ലെങ്കിൽ ഇമെയിൽ മുഖാന്തരമുള്ള പരാതികളാണ് വരുന്നതെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് വണ്ടിക്കെതിരെയാണോ പരാതി, ആ വണ്ടിയിലെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടറോ ഡ്രൈവറോ ആരാണോ അവരെ വിളിച്ച് ഓഫീസിൽ വരുത്തിയതിനു ശേഷം അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത്, പിന്നെ പ്രധാനപ്പെട്ട ഒരു കേസ് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സ്റ്റേജ് കാരേജ് ബസ്സാണെങ്കിലും എല്ലാ ബസ്സിലും ക്യാമറകൾ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വണ്ടിയുടെ ഉള്ളിലേക്കും ക്യാമറകൾ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫുട്ടേജ് എത്ര ഒരാഴ്ച മുമ്പുള്ള പരാതിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലുള്ള പരാതിയാണെങ്കിലും അതിന്റെ ഫുട്ടേജ് വീഡിയോ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. ആ ടൈമിൽ വീഡിയോ എടുത്ത് വരാൻ പറയും. അങ്ങനെ ആ വീഡിയോ എടുത്ത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള നടപടികൾ. ആ നടപടി വീഡിയോയിൽ കാണുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണെങ്കിൽ സ്വാഭാവികമായും ആ കണ്ടക്ടർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കണ്ടക്ടറിൽ പ്രധാനമായിട്ടും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എല്ലാ ജോലിക്കാർക്കും കണ്ടക്ടർ ഡ്രൈവർക്കും ഒക്കെ വേണമെന്നുണ്ട്. അത് പരിശോധിക്കും. അപ്പൊ അതില്ലാത്ത ഒരു കണ്ടക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടക്ടർ ലൈസൻസ് പരിശോധിക്കും. കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്ത ആളോ അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളോ ആണെങ്കിൽ നിർബന്ധമായും വണ്ടിക്ക് കേസുകൾ എടുത്ത് ചെല്ലാൻ പ്രിപ്പയർ ചെയ്യും. അത് പെർമിറ്റ് കണ്ടീഷന്റെ വയലേഷൻ എന്നുള്ള രീതിയിൽ തന്നെ കേസെടുക്കാനാണ് ബഹുമാനപ്പെട്ട RTO നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്കൂള് വിടുന്ന സമയത്ത് സ്കൂൾ അല്ലെങ്കിൽ കോളേജിന്റെ ബസ് സ്റ്റോപ്പുകളിൽ വണ്ടികൾ നിർത്തുന്നില്ലെങ്കിൽ അത് അവർക്ക് വീഡിയോയിൽ ചിത്രീകരിക്കാം. വണ്ടി നിർത്താതെ പോകുന്നതൊക്കെ ഇപ്പോൾ എല്ലാ കേസുകളും ഞങ്ങൾക്ക് വരുന്നത് കൂടുതലും വീഡിയോയുടെ എവിഡൻസോട് കൂടിയാണ് വരുന്നത്. അപ്പൊ അത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് കേസ് വേറെ ഒരു അന്വേഷണം ഇല്ലാതെ തന്നെ കേസ് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ മൊബൈലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആരെങ്കിലും മുതിർന്ന ആളുകളെ കാണുകയാണെങ്കിൽ അവരോടൊന്ന് വീഡിയോ എടുത്ത് തരാൻ പറയുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഈ ബസ്സിന്റെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബസ്സിന്റെ ഫ്രണ്ടിലേക്ക് ഉള്ള വീഡിയോ ആ ക്യാമറ വർക്ക് ചെയ്യുന്ന ക്യാമറ ആയിരിക്കണം എന്നുണ്ട്. ആ ക്യാമറയിൽ ഫുട്ടേജ് നോക്കിയിട്ട് അത് നിർത്തിയോ നിർത്തിയില്ലോ എന്നും കൂടി കറക്റ്റായിട്ട് അറിയാനും സാധിക്കും. അപ്പൊ അങ്ങനെ കുറെ എവിഡൻസുകൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ. ബസ് കൺസെഷൻ സ്വകാര്യ ബസ്സുകളുടെ ഔദാര്യമല്ല,
അത് കുട്ടികളുടെ അവകാശമാണ്. വിദ്യാർത്ഥികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വരുന്ന അപമാനകരമായ അനുഭവങ്ങൾ അവരിലുണ്ടാക്കുന്ന മാനസിക ആഘാതം വളരെ വലുതാണ്. ആത്യന്തികമായി എന്തിനാണ് വിദ്യാർത്ഥികൾക്ക് യാത്രാനുകൂല്യം നൽകുന്നത് എന്ന ബോധ്യം ബസ് ജീവനക്കാർക്കുണ്ടാകണം. അതിന് കൃത്യമായ ഇടവേളകളിൽ അവർക്ക് ബോധവൽക്കരണം നൽകുന്നത് ഒരു പരിധിവരെ ഗുണം ചെയ്യും. ഒപ്പം വിദ്യാർത്ഥികളോട് വിവേചനം കാണിക്കുന്നവർക്കെതിരെ കർശന നടപടിയും കൈക്കൊള്ളേണ്ടതുണ്ട്. നിർവഹണം റിയ. സഹകരണം ഹസീന ഇബ്രാഹിം. സമകാലികം.